ചിറ്റണ്ട പൂങ്ങോട് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ പന്നികൾക്കാണ് രോഗബാധ കണ്ടെത്തിയത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ കുതിരാനിൽ വിള്ളൽ വീണ റോഡ് ഇടിഞ്ഞ ഭാഗം പൊളിച്ചു തുടങ്ങി. തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള പാതയിൽ ഗതാഗത ക്രമീകരണം. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഒരു ഷട്ടർ 4 അടി തുറന്നു. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ്. പീച്ചി KFRIക്ക് സമീപം വീണ്ടും മരം വീണു. മരം മുറിച്ചു നീക്കാനെത്തിയ ഫയർഫോഴ്സിനെ നാട്ടുകാർ തടഞ്ഞു. അപകട ഭീഷണിയിലായ മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ. കൊല്ലൂർ സെന്ററിൽ 9 കടകളിൽ മോഷണം. ഓട് പൊളിച്ച് മോഷ്ടാവ് അകത്ത് കടന്നത് മൂലം മഴവെള്ളം കയറി പലചരക്ക് കടയിലെ സാധനങ്ങൾ നശിച്ചു. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. ലതകല അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് പന്നി ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. പൂങ്ങോട് വനത്തിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ പന്നികളിലാണ് രോഗം കണ്ടെത്തിയത്. പൂങ്ങോട് ഫാമിൽ ഏകദേശം 200ഓളം പന്നികളാണുള്ളത്. ഇവയെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു. ഏതാനും ദിവസങ്ങളായി ഫാമിൽ അസ്വാഭാവികമായ രീതിയിൽ പന്നികൾ ചാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് തൃശൂർ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വിദഗ്ധ സംഘമെത്തി നടത്തിയ നിരീക്ഷണങ്ങൾക്കും ശാസ്ത്രീയമായ പരിശോധനകൾക്കും ശേഷമാണ് ആഫ്രിക്കൻ പന്നിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത്. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാർ ഉൾപ്പെടുന്ന അനിമൽ ഡിസീസ് കൺട്രോൾ റാപ്പിഡ് റെസ്പോൺസ് ടീമാണ് പന്നികളെ ദയാവധത്തിന് ഇരയാക്കുന്നത്. പന്നികളുടെ ജഡം പൂർണ്ണമായും അണുനശീകരണം നടത്തി പ്രദേശത്ത് തന്നെ സംസ്കരിക്കും. പന്നിപ്പനി മനുഷ്യരിലേക്ക് പകരുകയില്ലെന്നും രോഗം പടരുന്നത് തടയാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചു. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ കുതിരാനിൽ വിള്ളൽ വീണ റോഡ് ഇടിഞ്ഞ ഭാഗം പൊളിച്ചു തുടങ്ങി. അറ്റകുറ്റപ്പണിക്കായി JCB ഉപയോഗിച്ചാണ് റോഡ് പൊളിക്കുന്നത്. ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമാക്കിയിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിന് സമീപം വഴുക്കുംപാറയിലുണ്ടായ വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിച്ച പശ്ചാത്തലത്തിൽ റോഡിന്റെ ഈ ഭാഗത്തുകൂടിയുള്ള ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചു. തൃശൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയുടെ ഇടതുവശം മാത്രമാണ് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ ഇതുവഴി ഓരോ വരിയായി കടത്തിവിടുകയാണ്. റോഡിന്റെ വിള്ളലുണ്ടായ ഭാഗത്തുകൂടിയുള്ള ഗതാഗതം ഏകദേശം 1 കിലോമീറ്ററോളം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. വിള്ളലുണ്ടായ ഭാഗം കരാറുകാർ സ്വന്തം ചെലവിൽ പൂർണ്ണമായും പൊളിച്ചുമാറ്റിയ ശേഷമാണ് പുനർനിർമ്മിക്കുന്നത്. ദേശീയപാത അതോറിറ്റിക്ക് പുറമെ റോഡ് സുരക്ഷാ അതോറിറ്റി, നാറ്റ്പാക്, പാലക്കാട് IIT ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. അതേസമയം കരാറുകാർക്കെതിരെ ദുരന്ത നിവാരണ നിയമമനുസരിച്ചുള്ള നടപടിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകും. കാലവർഷം ശക്തമായതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാം തുറന്നു. ഡാമിന്റെ 5ാമത്തെ ഷട്ടർ 4 അടിയാണ് തുറന്നത്. എന്നാൽ തുറന്നു വെച്ചിരിക്കുന്ന ഷട്ടറിലൂടെ 2 അടി വെള്ളം മാത്രമേ ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുന്നുള്ളൂ. വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ കൂടുതൽ വെള്ളം തുറന്നുവിടാനുള്ള സാധ്യതയില്ല. ഈ വർഷം ഇതാദ്യമായാണ് പെരിങ്ങൽകുത്ത് ഡാം തുറന്നത്. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് കാര്യമായി ഉയരാൻ സാധ്യതയില്ല. നിലവിലെ പുഴയിലെ ജലനിരപ്പ് 3 മീറ്ററാണ്. ഡാം തുറന്നതുകൂടി എത്തിയാൽ 1/2 മീറ്റർ വെള്ളം കൂടി ഉയരും. പുഴയിലെ ജലവിധാനം 5 മീറ്റർ എത്തിയാൽ മാത്രമേ താഴ്ന്ന പ്രദേശങ്ങളെ ബാധിക്കുകയുള്ളൂ. അതേസമയം റവന്യൂ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. കടൽക്ഷോഭത്തിൽ ഏങ്ങണ്ടിയൂർ ഏത്തായി അഴിമുഖത്തിന് സമീപത്തെ പുലിമുട്ട് ഭാഗികമായി തകർന്നു. 5 വർഷം മുൻപ് ഏത്തായി അഴിമുഖത്തിന് സമീപം നിർമ്മിച്ച 100 മീറ്ററോളം നീളമുള്ള പുലിമുട്ടാണ് ഭാഗികമായി തകർന്നത്. ഏതാനും ദിവസങ്ങളായി അതിശക്തമായ കടൽക്ഷോഭമാണ് ഇവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത്. രാത്രിയോടെ ഉണ്ടായ കടൽക്ഷോഭത്തിന് പിന്നാലെ പുലിമുട്ട് തകർന്നു തുടങ്ങുകയായിരുന്നു. 50ഓളം മീറ്റർ വരുന്ന പുലിമുട്ടിന്റെ ഭാഗമാണ് കടൽക്ഷോഭത്തിൽ തകർന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് പുലിമുട്ടിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. വലിയ അഴിമതിയാണ് കോടികൾ ചെലവഴിച്ചുള്ള പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നതെന്നും ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തണമെന്നും പൊതുപ്രവർത്തകൻ EC പ്രജിത്ത് ആവശ്യപ്പെട്ടു. കടൽക്ഷോഭം ശക്തമായി തുടരുകയാണെങ്കിൽ ഏത്തായി അഴിമുഖത്തെ പുലിമുട്ട് പൂർണ്ണമായും തകർന്നടിയും എന്ന സ്ഥിതിയാണ്. മഴ കനത്തതോടെ ദുരിതം പേറി കടപ്പുറം പഞ്ചായത്ത് 16ാം വാർഡിലെ നായാടി കോളനി നിവാസികൾ. ഒരു കുടുംബത്തിൽ 8ഓളം പേരാണ് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ ദുരിതം പേറി കഴിയുന്നത്. 1998-99 വർഷത്തിൽ കടപ്പുറം പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഇവർക്കു വേണ്ടി 4 ലൈൻ വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. 2 ലൈനുകളിലായി 4 വീടുകളായാണ് തൃശൂർ നിർമ്മിതി കേന്ദ്രം നിർമ്മിച്ചത്. ഇതിൽ 2 വീടുകൾ പൂർണ്ണമായി നശിച്ചു.
തുടർന്ന് അവർ ഗത്യന്തരമില്ലാതെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. ശേഷിച്ച ലൈൻ വീടുകളിൽ 2 കുടുംബങ്ങൾ മാത്രമായി. എന്നാൽ നിർമ്മാണത്തിലെ അപാകതകൾ കാരണം രണ്ടാമത്തെ ലൈൻ വീടുകളും അടിത്തറ ഇളകിയും ചുമരുകൾ വിണ്ടുപൊട്ടിയും മേൽക്കൂര ചോർന്നൊലിക്കുന്ന രീതിയിലുമാണ്. ഇതിനെ തുടർന്ന് അവിടെ താമസിച്ചിരുന്ന 2 കുടുംബങ്ങളിൽ ഒരു വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് അഭയം തേടിപ്പോയി. ഇനി അവിടെ ശേഷിക്കുന്നത് ഒരു കുടുംബം മാത്രമാണ്. ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന പല കുടുംബങ്ങളും മരണഭയം കൊണ്ട് സ്ഥലം കാലേക്ക്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പല നിവേദനങ്ങളും ഇവരെ കൈകളാൽ കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ ഇന്നുവരെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിട്ടില്ല. അവസാനം പട്ടികജാതിവർഗ ദേശീയ അധ്യക്ഷൻ മുരുകൻ അവർ വന്നിരുന്നു. കുറേ പേപ്പറുകളൊക്കെ നീക്കി. എന്നിട്ടും അതാരോ അടിച്ചമർത്തിയ പോലെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവരുടെ പേരിൽ പല ഫണ്ടുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവരിൽ അത് എത്തുന്നില്ല. 2 വർഷത്തിലേറെയായി ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടത്തിനോട് ചേർന്ന് ഷീറ്റ് കെട്ടിയ താൽക്കാലിക ഷെഡിൽ ഇവർ കഴിയുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നായാടി വിഭാഗത്തിൽപ്പെട്ട ഈ പട്ടികജാതി കുടുംബം മാറി താമസിക്കാൻ ഒരിടവും ഇല്ലാത്തതിനാലാണ് ഇവിടെ തന്നെ താമസിക്കുന്നത്. ഞാൻ എത്ര അപേക്ഷ കൊടുത്തൊന്നും എനിക്ക് കിട്ടില്ല. ഇവിടെ വോട്ടിന്റെ സമയത്ത് അവർ അന്വേഷിച്ച് വോട്ട് തന്നെ അവർക്ക് വേണമെന്നവർ അവകാശം പിടിക്കും. ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് ഞാൻ അവരോടും പറയും. വീടില്ലാത്തവർക്ക് ഒരു വോട്ട് ഉണ്ടാവില്ലല്ലോ. എത്രയാണ് ഇത് പണിത് തരാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ജയിച്ച പാർട്ടി ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 3 വീട്ടുകാരുള്ളായിരുന്നു. 2 വീട്ടുകാർ ഒഴിഞ്ഞിരിക്കുന്നത് പേടിച്ചിട്ട്. ഈ കുട്ടികളെ പിടിച്ച് ഞാൻ എവിടേക്കാണ് പോവുക? കുഞ്ഞു മക്കളെ പിടിച്ച് ഞാൻ റോട്ടിൽ പോയി കിടക്കാൻ പറ്റും എനിക്ക്? ഈ വെള്ളം ഉള്ളിലേക്ക് എടുത്തിട്ട് തേവി കളഞ്ഞിട്ട് വേണം ഇനി അവിടെ ഇരിക്കണമെങ്കിൽ. ഇരിക്കാൻ കൂടി പറ്റാത്ത ഒരു ഗതിയാണ് ഇതിൻ്റെ ഉള്ളുകൾ കിടക്കുന്നത് വെള്ളം കൊണ്ട്. എത്രയും വേഗം തങ്ങൾക്കും സുരക്ഷിതമായ ഒരിടം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. ചമ്മന്നൂരിൽ വെള്ളക്കെട്ടിൽ നിന്ന് വീണ് 2.5 വയസ്സുകാരി മരിച്ചു. കടപ്പായ ആശാരി കോളനിയിൽ പാലക്കൽ വീട്ടിൽ സനീഷിന്റെ മകൾ അതിഥിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സഹോദരൻ ആര്യനുമായി വീടിന് 100 മീറ്റർ അകലെയുള്ള തറവാട്ട് വീട്ടിലേക്ക് പോയതായിരുന്നു. അല്പസമയത്തിന് ശേഷം സഹോദരിയെ വീട്ടുപടിക്കൽ തിരികെ എത്തിച്ച് സഹോദരൻ തിരിച്ച് തറവാട് വീട്ടിലേക്ക് പോയി. 10 മണിയോടെ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ നിലയിൽ കുട്ടിയെ കണ്ടത്. ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അതേസമയം ആശാരി കോളനിയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡാണ് ഇവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഒലിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കാതെയാണ് റോഡ് നിർമ്മിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്ര പരിസരത്തെ ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു. അപകടത്തെ തുടർന്ന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഫയർഫോഴ്സ് എത്തി മരക്കൊമ്പുകൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. PGKFRAയ്ക്ക് സമീപം വീണ മരം മുറിച്ചു നീക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. അപകട ഭീഷണിയിലായ മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ തടഞ്ഞത്. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം മരം മുറിച്ചു മാറ്റി. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 3ാമത്തെ മരമാണ് KFRAയ്ക്ക് സമീപം വീണത്. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാന നിർമ്മിക്കുന്നതിനായി PGKFRA ഭാഗത്ത് മരങ്ങളുടെ കടഭാഗത്ത് നിന്ന് മണ്ണ് എടുത്തു മാറ്റിയതിനെ തുടർന്നാണ് 3 മരങ്ങൾ വീണത്. നിർമ്മാണം നടക്കുന്ന സമയത്ത് പഞ്ചായത്ത് അംഗം ബാബു തോമസ് മരങ്ങൾ മഴക്കാലത്തിന് മുൻപായി മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രി K രാജനും കരാർ കമ്പനിക്കും KFRA അധികൃതർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിരുന്നു. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന PG ഡാം റോഡിലൂടെയുള്ള യാത്ര അതീവ ഗുരുതരമായിരിക്കുകയാണ്. നിങ്ങളെ പോലെ തന്നെ എനിക്കും ഇതിന് മുറിച്ചു പോകണമെന്ന് താല്പര്യമുള്ള ആൾ തന്നെയാണ്. നമുക്ക് ഇവിടെ വന്ന് കിടക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഒരു മരം വീണു എല്ലാം ശരിയാണ്. ഒലൂർ സെന്ററിൽ 9 കടകളിൽ മോഷണം. ബസ് സ്റ്റോപ്പിന് സമീപമുള്ള 9 കടകളിലാണ് മോഷണം നടന്നത്. മോർണിംഗ് സ്റ്റാർ ഓട്ട് കമ്പനീസ് ഓഫ് ലൂയിസ് സ്റ്റാർസ്, പെരിഞ്ചേരി റെഡിമെയ്ഡ്, പുല്ലോക്കാരൻ സ്റ്റോഴ്സ്, ലിറ്റിൽ സ്റ്റാർസ്, കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല, ലൈറ്റ് വർക്ക് ഷോപ്പ്, ഫിനിക്സ് ഇലക്ട്രിക്കൽ എന്നിവിടങ്ങളാണ് മോഷണം നടന്നത്. കടകളിൽ പണം സൂക്ഷിക്കാത്തതിനാൽ മേശകളിൽ ഉണ്ടായിരുന്ന ചില്ലറ പൈസകളടക്കം ചെറിയ തുകകളാണ് മോഷണം പോയിട്ടുള്ളത്. ലൂയിസിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയുടെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഇതുമൂലം മഴവെള്ളം അകത്ത് കയറി നിരവധി പലചരക്ക് സാധനങ്ങൾ നശിച്ചു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. തൃശൂർ ലതകല അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി റവന്യൂ മന്ത്രി K രാജൻ റീത്ത് സമർപ്പിച്ചു. TN പ്രതാപൻ
പി ബാലചന്ദ്രൻ MLA, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, ചലച്ചിത്ര സംവിധായകൻ ഷാജി N കരുൺ, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മലപ്പുറം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് എടപ്പാളിലെ വീട്ടുവളപ്പിൽ നടക്കും. മലയാളികളുടെ പല ഇഷ്ടകഥാപാത്രങ്ങൾക്കും രൂപഭാവമൊരുക്കിയ പ്രതിഭയായിരുന്നു KM വാസുദേവൻ നമ്പൂതിരി എന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരി. പെരിഞ്ഞനത്ത് വീട് കത്തി നശിച്ചു. മേനോത്തുകാവ് ക്ഷേത്രത്തിന് കിഴക്ക് വെമ്പുള്ളി വീട്ടിൽ ബാബുരാജന്റെ വീടാണ് കത്തി നശിച്ചത്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് സംഭവം. കനത്ത മഴയിൽ വീടിന് ചുറ്റും വെള്ളക്കെട്ടുണ്ടായതിനാൽ വീട്ടുകാർ ഓണപ്പറമ്പിലുള്ള തറവാട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. നാട്ടുകാരാണ് വീട് കത്തുന്നത് കണ്ടത്. കൊടുങ്ങല്ലൂർ, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. വസ്ത്രങ്ങളും പണവും വീട്ടുപകരണങ്ങളും അടക്കം കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലയിൽ +1 ക്ലാസുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും മഴയെ തുടർന്ന് അവധിയായതിനാൽ ജില്ലയിൽ ക്ലാസുകൾ തുടങ്ങിയിരുന്നില്ല. +1 പ്രവേശനത്തിനുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള അപേക്ഷ നാളെ സമർപ്പിക്കാം. രാവിലെ 10 മണി മുതലാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം. 9 മണി മുതൽ വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാകും. നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയവർക്കോ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് ഹാജരാകാത്തവർക്കോ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാനാവില്ല. അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടതുമൂലം പ്രവേശനം നേടാനാകാത്ത പോയവർക്ക് വേണ്ട തിരുത്തലുകൾ വരുത്തി അപേക്ഷ നൽകാം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ജൂലൈ 8 മുതൽ 12 വരെയാണ്. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മാനേജർ ഫാദർ സെബി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡെൻസി ജോൺ അധ്യക്ഷയായിരുന്നു. തോളൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ, PTA പ്രസിഡന്റ് PT ജോസഫ്, ഹെഡ്മാസ്റ്റർ PV ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ പ്രവർത്തനക്ഷമമാണെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ ദിവസേന ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഉത്തരവ്. പ്രവർത്തിക്കാത്ത ക്യാമറകളുടെ വിവരം ജില്ലാ പോലീസ് മേധാവിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രവർത്തനക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണുന്നതിന് അകാരണമായ കാലതാമസം ഉണ്ടാകാൻ പാടില്ല. സേവനം എത്രയും വേഗം ലഭിക്കുന്നുവെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉറപ്പാക്കണം. SHOയുടെ അഭാവത്തിൽ പരാതിക്കാരെ നേരിൽ കാണാൻ പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം. പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ കൈപ്പറ്റ് രസീത് നൽകണം. പൊതുജനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ അവരോട് മാന്യമായി ഇടപെടുകയും ആവശ്യങ്ങൾ മനസ്സിലാക്കി യുക്തമായ നടപടി സ്വീകരിക്കുകയും വേണം. ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളിൽ ഒഴികെ ഏത് സമയത്തും ഔദ്യോഗിക ഫോണിൽ വരുന്ന കോളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ടതാണ്. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവിമാരും യൂണിറ്റ് മേധാവിമാരും ഉറപ്പുവരുത്തും. വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫെറൂന പള്ളിയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും. ഞായറാഴ്ച വൈകിട്ട് ജ്യോതിസ് 2023 എന്ന പേരിൽ നടത്തുന്ന അനുമോദന ചടങ്ങ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കലാവിരുന്ന് നടക്കും. വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, KCYM പ്രമോട്ടർ ഫാദർ മിഥുൻ വടക്കേത്തല, KCYM പ്രസിഡന്റ് ജസ്വിൻ ജോൺസൺ, ആൽബിൻ ടോണി, റോയ്സൺ കാട്ടൂക്കാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാഞ്ഞാൾ തൊഴുപാടം റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യം കുമിഞ്ഞുകൂടി. പ്ലാസ്റ്റിക്കും മദ്യക്കുപ്പികളും ഡയപ്പറുകളും തുടങ്ങിയ മാലിന്യങ്ങളാണ് വഴിയിൽ നിക്ഷേപിക്കുന്നത്. മാലിന്യങ്ങൾ തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിക്കുകയോ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ശല്യം രൂക്ഷമാണ്.
ഒരുപാട് ഫണ്ടുകളുണ്ട് കേരളം മാലിന്യമുക്തമാക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പഞ്ചായത്തിൽ ഇതുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇതിനൊരു വ്യക്തമായിട്ട് ഒരു മറുപടി കിട്ടണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഇവിടെ രാത്രിയായിട്ട് നായ്ക്കളുടെ ശല്യം, പന്നിയുടെ ശല്യം ഒക്കെപ്പാടെയും ഒറ്റയ്ക്ക് വരുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു വഴി ചെയ്താൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. ആരും തിരിഞ്ഞു നോക്കാറില്ല. എത്ര കാലമായി പറയുന്നു ഒരു CC ക്യാമറ കൊണ്ടുവന്ന് നോക്കിയാൽ പറഞ്ഞു വയ്ക്കലൊന്നുമില്ല. ഇങ്ങനെ കൊടുന്ന് തള്ളുന്നത് എവിടുന്നായിരുന്നു ഉറവിടം എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു ക്യാമറ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിരീക്ഷണമായിട്ട് വേറെ എന്തെങ്കിലും സംവിധാനം എന്തെങ്കിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മാലിന്യങ്ങൾ ഇവിടെ കൂമ്പാരം കൂടില്ല. ചേലക്കര പഞ്ചായത്തിന്റെ അതിർത്തിയാണ്. അത് മാത്രമല്ല 2 സൈഡും കാടിന്റെ പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത് അത്ര ഇനിയിപ്പോ കൊടുന്നിട്ടാലും വലിയൊരു വിഷയം വരില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവര് ഭരണാധികാരികൾ ആരും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാത്തത്. കാരമുക്ക് 16 നമ്പർ സഹകരണ ബാങ്കിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കണ്ടശാങ്കടവ് ബാങ്ക് പരിസരത്ത് പ്രതിഷേധ യോഗം ചേർന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KK ബാബു, DCC ജനറൽ സെക്രട്ടറിമാരായ PK രാജൻ, VT അശോകൻ, CM നൌഷാദ് എന്നിവർ പങ്കെടുത്തു. നവീകരണ പ്രവർത്തനം നടക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലെ മതിൽ വിണ്ടു പൊട്ടിയത് നിർമ്മാണത്തിലെ കൃത്രിമത്വവും അഴിമതിയുമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് എരുമപ്പെട്ടി സ്കൂൾ ഗ്രൌണ്ടിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച ചുറ്റുമതിൽ വിവിധ സ്ഥലങ്ങളിൽ വിണ്ടുപൊട്ടിയ അവസ്ഥയിലാണ്. നിർമ്മാണം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും മതിൽ വിണ്ടുപൊട്ടിയത് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ CPM നേതാക്കളും MLAയും കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും വികസന വിരോധികളാണെന്ന് ആക്ഷേപിച്ചു. കോൺഗ്രസിന് വികസന വിരോധികളാണെന്ന് ചിത്രീകരിച്ച CPM അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് പിറകിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് NK കബീർ, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ് എന്നിവർ പറഞ്ഞു. 2 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിൽ വ്യാപകമായ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മതില് പണിത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് വിണ്ട് കീറുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇത് സംബന്ധിച്ചിട്ട് പരാതി നൽകാൻ ഉദ്ദേശിക്കുകയാണ്. കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ സമ്മേളനം 8, 9 തീയതികളിൽ കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിലെ KP ജെസ്സി നഗറിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിൽ 518 യൂണിറ്റ് സമ്മേളനങ്ങളും 113 ലോക്കൽ സമ്മേളനങ്ങളും 15 മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. 293 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് BR സുനിൽകുമാർ MLA, കൺവീനർ CC വിപിൻ ചന്ദ്രൻ, മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, സെക്രട്ടറി M സുവർണലത, ട്രഷറർ സുമാ ശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപിടിക യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയും നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനുമായി ഭാഗ്യനാഥൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. പുത്തൻപിടിക യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോയ് അരിമ്പൂർ, ട്രഷറർ AP ജോസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് വിജോ ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് അനിത സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മെമ്പർമാരുടെ മക്കളിൽ ഈ വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കോട്ടോലിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗത്ത് അറ്റകുറ്റപ്പണി തുടങ്ങി. കാട്ടകാമ്പാൽ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന 400 mm പ്രധാന പൈപ്പാണ് പൂർണ്ണമായും തകർന്നത്. പൈപ്പ് മുഴുവനായി മാറ്റി സ്ഥാപിക്കേണ്ടി വരും. പൈപ്പ് മാറ്റുന്നതിനായി 6 മീറ്റർ നീളത്തിൽ റോഡ് പൊളിക്കേണ്ടി വന്നു. 2 വർഷം മുൻപ് ആധുനിക രീതിയിൽ BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡാണ് പൊളിച്ചത്. പണി തീർന്നു കഴിഞ്ഞാൽ റോഡ് പഴയ രീതിയിൽ ടാറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൈപ്പ് തകർന്നതോടെ കാട്ടകാമ്പാൽ മേഖലയിലെ കുടിവെള്ള വിതരണം താറുമാറായി. നാളെ വൈകിട്ടോടെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേച്ചേരി നൈൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. UNA ദേശീയ സെക്രട്ടറി സുദീപ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. UNA ജില്ലാ പ്രസിഡന്റ് ലിഫിൻ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. UNA സംസ്ഥാന സെക്രട്ടറി രശ്മി പരമേശ്വരൻ, UNA സംസ്ഥാന ട്രഷറർ ES ദിവ്യ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിതിൻ മോൻ സണ്ണി എന്നിവർ സംസാരിച്ചു. മിനിമം വേതനം നൽകാത്ത നൈൽ ആശുപത്രിക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തികൾ സ്വാഭാവിക നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നു. കുന്നംകുളം നഗരസഭയിലെ 10ാം വാർഡ് അയ്യപ്പത്ത് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതായി നാട്ടുകാരുടെ പരാതി.
കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിലാണ് അയ്യപ്പത്ത് പ്രദേശത്തെ ശങ്കരപുരം ഫീൽഡ് നഗർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് വീടുകളിലേക്കും ക്വാർട്ടേഴ്സുകളിലേക്കും വെള്ളം കയറി. തുടർന്നാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്ത് വന്നത്. ശങ്കരപുരം പ്രദേശത്ത് സ്വകാര്യ വ്യക്തി തരംമാറ്റിയ സ്ഥലത്ത് സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മതിൽ കെട്ടിയതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമായത്. ഇതേ തുടർന്ന് ഈ സ്ഥലത്തിനോട് ചേർന്നുള്ള ക്വാർട്ടേഴ്സിലേക്കും വീടുകളിലേക്കും പറമ്പുകളിലേക്കും വെള്ളം കയറുകയായിരുന്നു. മഴയുടെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തി പ്രതിഷേധാർഹമാണെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും കർശന നടപടികൾ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീർച്ചാലുകളൊക്കെ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടത്ത് എല്ലാ ഭാഗത്തും വെള്ളം കിട്ടുന്ന കാരണത്താൽ മറ്റുള്ള പ്രദേശങ്ങളിലേക്കും മുഴുവൻ റോഡുകളിലേക്കും എല്ലാ പറമ്പുകളിലേക്കും വീടുകളിലേക്കും എല്ലാം കയറുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം ഞങ്ങൾ പരാതി കൊടുത്തുള്ളതാണ്. ചില വ്യക്തികൾക്ക് സ്വാധീനവും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ദ്രോഹിക്കുക എന്നുള്ള നടപടി മാത്രമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെതിരെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് നോക്കണം, എന്നിട്ട് അതിനെതിരെ നടപടികൾ സ്വീകരിക്കണം. ഫീൽഡ് നഗർ പ്രദേശത്ത് മഴക്കാലമായാൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് സ്ഥിര സംഭവമാണെന്ന് വാർഡ് കൗൺസിലർ ബീന രവി പറഞ്ഞു. ഫീൽഡ് നഗറിൽ എല്ലാ വർഷക്കാലത്തും ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ആളുകൾ മണ്ണിട്ടിട്ട് പാടങ്ങൾ തന്നെ മണ്ണിട്ട് നികത്തിയിട്ട് വെള്ളം പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെയുള്ള എല്ലാ വീടുകളിലേക്കും വെള്ളം കയറിയിട്ട് മഴക്കാലമായെന്ന് വെച്ചാൽ ഇവർ ദുരിതത്തിലാണ്. ഇതിന് അധികാരികളൊന്ന് ഇതിന് മേലെ ഒരു കണ്ണു തുറക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. സ്വകാര്യ വ്യക്തികൾ പാടങ്ങളിൽ മണ്ണിട്ട് നികത്തുന്നതിനെ തുടർന്ന് ശരിയായ രീതിയിൽ വെള്ളമൊഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാത്തതാണ് പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിന് കാരണമെന്നും പ്രളയബാധിത പ്രദേശങ്ങളിലെ ഭൂമികൾ തരം മാറ്റുന്നതിനായി ഉദ്യോഗസ്ഥർ അനുമതി നൽകുമ്പോൾ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നും കൗൺസിലർ ബീന രവി സൂചിപ്പിച്ചു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു. TCV കുന്നംകുളം. നേന്ത്രക്കായ് വിളവെടുപ്പ് തുടങ്ങിയതോടെ മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്ത സജീവമായി. ഇത്തവണ കാലാവസ്ഥയ്ക്ക് വാഴ കർഷകർക്ക് അനുകൂലമായിരുന്നതിനാൽ മികച്ച വിളവാണ് ലഭിക്കുന്നത്. മികച്ച വിലയും ലഭിക്കുന്നുണ്ട്. മെയ് അവസാനത്തോടെയാണ് വാഴത്തോട്ടങ്ങളിൽ വിളവെടുത്ത് തുടങ്ങിയത്. തുടക്കത്തിൽ കിലോഗ്രാമിന് 37 രൂപയായിരുന്നു വില. ജൂണിൽ വില ഉയർന്നു. വ്യാഴാഴ്ച മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ 53 രൂപ നിരക്കിലാണ് നേന്ത്രക്കായ വിറ്റുപോയത്. ഇനിയും വിലയിടിവ് ഉണ്ടായില്ലെങ്കിൽ ഇത്തവണ കൃഷി ലാഭകരമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ശരിക്കും പറയുകയാണെങ്കിൽ നേന്ത്രക്കായ നമ്മളെ സീസൺ തുടങ്ങിയ സമയത്ത് നമുക്ക് വളരെ വില കുറവായിരുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 37, 38, 40 രൂപ താഴെ നിന്നായിരുന്നു. കർഷകരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40 രൂപ മുകളിൽ കിട്ടിയെങ്കിൽ അവന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കർഷകന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ 50 രൂപ നിലവാരം കുറയാണ്ട് നിൽക്കട്ടെ എന്നാണ് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത്. വലിയ വിലയൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. വലിയ വില പോയിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് വരും. അത് നമുക്ക് ഉറപ്പാണ്. അത് ഇന്നും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. 50 രൂപയെങ്കിലും നിലവിൽ നിൽക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയാകുമ്പോൾ കർഷകർ ഒരു ചെറിയൊരു ആശ്വാസം. നേന്ത്രവാഴ കർഷകർ ഏറെയുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള 2 സ്വാശ്രയ കർഷക ചന്തകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ചന്തകൾ വഴി ആയിരക്കണക്കിന് ഏത്തവാഴക്കുലകൾ വിറ്റുപോകുന്നുണ്ട്. ആഴ്ചയിൽ ശരാശരി 2000 നേന്ത്രക്കുലകൾ കോടാലിയിലെ മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി മുഖേന വിറ്റുപോകുന്നു. സമിതിക്ക് കീഴിലെ സ്വാശ്രയ ചന്ത പ്രവർത്തിക്കുന്നത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ്. നൂലുവള്ളിയിലെ സ്വാശ്രയ കർഷക ചന്തയും ആഴ്ചയിൽ 2 ദിവസം പ്രവർത്തിക്കുന്നു. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള കച്ചവടക്കാരും സ്ഥാപനങ്ങളുമാണ് മികച്ച നാടൻ നേന്ത്രക്കുലകൾ തേടി കോടാലി, നൂലുവള്ളി സ്വാശ്രയ ചന്തകളിൽ എത്തുന്നത്. ഹോർട്ടികോർപ്പ് അധികൃതരും തങ്ങളുടെ റീറ്റെയിൽ കേന്ദ്രങ്ങളിലേക്ക് മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ നിന്ന് നേന്ത്രക്കുലകളും മറ്റ് പച്ചക്കറി ഇനങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതികളിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള സമിതിയാണ് മറ്റത്തൂരിലേത്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 1.5 കോടി രൂപയുടെ വിറ്റുവരവാണ് സമിതി നേടിയിട്ടുള്ളത്. TCV കൊടകര. ഹൈവേയിലെ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധം. ചുണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ അക്കിക്കാവ് സെന്ററിന് സമീപമുള്ള കുഴിയിലാണ് നാട്ടുകാർ വാഴ നട്ടത്. സംസ്ഥാനപാത വികസനത്തിന്റെ ഭാഗമായി റോഡ് നവീകരണം തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ അവസാനിപ്പിച്ചിരുന്നു. റോഡിലെ കുഴികൾ മഴക്കാലമായതോടെ വലുതായി. രാത്രിയിൽ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടിയുണ്ടാകുന്ന അപകടങ്ങൾ പതിവായതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. മഴയിൽ തരംഗമായി ചൈനീസ് മഴക്കോട്ടുകൾ. കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതിനാൽ തന്നെ നിരവധി പേരാണ് ആവശ്യക്കാരായിട്ടുള്ളത്. ഇഷ്ട നിറത്തിലും ഭാരക്കുറവും കുറഞ്ഞ വിലയും ലഭ്യമാകുന്നു എന്നതാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. 85, 100, 120 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. പല ഇന്ത്യൻ ടാർപോളിംഗ് കമ്പനികളും ഇത്തരത്തിലുള്ളവ വിപണിയിലെത്തിച്ചിട്ടുണ്ട്. അതേസമയം ബ്രാൻഡഡ് കമ്പനികളിലെ കോട്ടുകൾക്ക് ആവശ്യക്കാരും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം രജിസ്റ്ററാക്കാൻ വരുന്ന പ്രായമായവരും രോഗികളുമായവർക്ക് വേണ്ടി ആധുനിക വീൽചെയർ എത്തി. സേവാഭാരതിയുടെ തൃശൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റാണ് വീൽചെയർ സംഭാവന ചെയ്തത്. സേവാഭാരതി പ്രസിഡന്റ് ആർ രാമചന്ദ്രൻ വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ രാജേഷിന് കൈമാറി. സെക്രട്ടറി PK സുരേഷ്, ട്രഷറർ മുരളീധരൻ ചക്കൂത്ത, ജോയിന്റ് സെക്രട്ടറി ത്യാഗരാജൻ, വൈസ് പ്രസിഡന്റ് സത്യകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കാട്ടകാമ്പാൽ പഞ്ചായത്തും ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സംയുക്തമായി മഴക്കാല രോഗ പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PI യദുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ അധ്യക്ഷത വഹിച്ചു. 4ാം വാർഡ് മെമ്പർ സിന്ധു, കാട്ടകാമ്പാൽ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലെസ്ലി വില്ലി തുടങ്ങിയവർ പങ്കെടുത്തു. അയനം സാംസ്കാരിക വേദിയുടെ CV ശ്രീരാമൻ കഥാപുരസ്കാരം BK ദീപയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 18-ന് വൈകിട്ട് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ വൈശാഖൻ പുരസ്കാരം സമ്മാനിക്കും. അയനം ചെയർമാൻ വിജയ് എടക്കുന്നി, ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, ഡോക്ടർ NR ഗ്രാമപ്രകാശ്, K ഗിരീഷ് കുമാർ, TM അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തരിച്ച എഴുത്തുകാരി ദേവകി നിലയങ്കോടിന്റെ സംസ്കാരം നടന്നു. പാറമേക്കാവ് ശാന്തിഘട്ടിൽ ഉച്ചയ്ക്ക് 12-നായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് തുടങ്ങി പ്രമുഖരും ബന്ധുമിത്രാദികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവർ നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര സർക്കാർ UP സ്കൂൾ വളപ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അപകട ഭീഷണി കണക്കിലെടുത്ത് സ്കൂൾ വളപ്പിലെ 4 മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള മറ്റത്തൂർ ഭരണസമിതി യോഗം തീരുമാനത്തിന് വിരുദ്ധമായാണ് 9 മരങ്ങൾ മുറിച്ചു നീക്കിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. LDF അംഗങ്ങളുടെ ഒത്താശയോടെയാണ് ഇത് ചെയ്തതെന്നാണ് കോൺഗ്രസ് ആരോപണം. പ്രതിഷേധ ധർണ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു. മഴക്കാലം വന്നു കഴിഞ്ഞാൽ കാറ്റിന്റെ ശക്തി പലപ്പോഴും നമ്മുടെ പ്രദേശത്ത് അതിശക്തമായി വീശാറുള്ളതുകൊണ്ട് സ്കൂളിനും കുട്ടികൾക്കും ഭീഷണിയായുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളത് ഒരു നയമാണ്. അത് സർക്കാരിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായും ഈ സ്കൂളിനും ഇവിടുത്തെ കുട്ടികൾക്കും അപ്പുറത്തെ വീട്ടുകാർക്കുമൊക്കെ ഭീഷണിയായ 4 മരങ്ങൾ, 3 മഹാഗണിയും 1 മാവും മുറിച്ചു മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി തീരുമാനമെടുത്തതാണ്. ആ തീരുമാനമെടുത്തതിന് ശേഷം ഇവിടെയുള്ള 11 വലിയ മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയിലെ തന്നെ ചില അംഗങ്ങളുടെ ഒത്താശയോടുകൂടി അവരുടെ പിന്തുണയോടുകൂടിയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. തൃശൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ലോയേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. നാളെ രാവിലെ മുതൽ വൈകിട്ട് 7 വരെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. പുരുഷ വനിതാ വിഭാഗങ്ങളായി 25ഓളം ടീമുകൾ മാറ്റുരയ്ക്കും. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് TR രവി ഉദ്ഘാടനം ചെയ്യും. ടൂർണമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ, അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, അഡ്വക്കേറ്റ് ആനന്ദ് ജോസ്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് K വിഷ്ണുഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഞാറ്റുവേലച്ചന്ത, കാർഷിക സഭ എന്നിവയുടെ എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, കൊടുമ്പിൽ മുരളി എന്നിവർ സംസാരിച്ചു. 14 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി ഹൈടെക് റോഡിലെ വെള്ളക്കെട്ട് നാട്ടുകാരെ വലയ്ക്കുന്നു. കാനകളില്ലാത്ത ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷം. വീടുകളുടെ മുറ്റത്തേക്കാണ് വെള്ളം ഒലിച്ചെത്തുന്നത്. തിപ്പലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്ത് നിന്നും കുത്തി ഒലിച്ചെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കുന്നത്. കനത്ത മഴ പെയ്താൽ ALP സ്കൂളിന് സമീപം റോഡ് നിറഞ്ഞാണ് വെള്ളം ഒഴുകുന്നത്. കാന നിർമ്മിക്കാതെ റോഡ് നിർമ്മാണം തുടർന്നപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ തേടുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഒളരിക്കര യൂണിറ്റ് കൺവെൻഷൻ ഒളരിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ജില്ലാ ട്രഷറർ KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK സഫിയ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി UM മാമച്ചൻ, ബ്ലോക്ക് പ്രസിഡന്റ് CB കുഞ്ഞുമുഹമ്മദ്, സെക്രട്ടറി AP രാജൻ, പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കാട്ടൂർ പൊഞ്ചനം ലിങ്ക് റോഡിലെ വെള്ളക്കെട്ട് താൽക്കാലികമായി പരിഹരിച്ചു. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്ക് ചെറിയ തോട് കീറി ഒഴുക്കിവിട്ടാണ് വെള്ളക്കെട്ട് പരിഹരിച്ചത്. സമീപവാസികൾ മതിലുകൾ കെട്ടിയതോടെ വെള്ളം ഒഴുകി പോകാത്തതിനെ തുടർന്നാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വാർഡ് അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായ PS അനീഷ്, രഹി ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്വകാര്യ വ്യക്തികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പറമ്പിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ സ്ഥലം ഉടമകൾ സമ്മതിക്കുകയായിരുന്നു. കാട്ടകാമ്പാൽ കാഞ്ഞിരമുക്ക് പാറക്കുളം പ്രദേശത്ത് കൂടുതൽ കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുന്നതിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ജനകീയ കുടിവെള്ള പദ്ധതി തുടങ്ങി. 10 വർഷം മുൻപ് 1 ലക്ഷം രൂപ ചെലവിൽ കുഴൽക്കിണർ നിർമ്മിച്ച് പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾക്ക് 4 ടാപ്പുകളിൽ നിന്നായി പാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കുന്ന രീതിയിലായിരുന്നു പദ്ധതി പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ ജൂലൈയിൽ പദ്ധതി കൂടുതൽ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ടാങ്ക് ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിച്ച് ഓരോ വീടുകൾക്കും നേരിട്ട് കുടിവെള്ളം എത്തിക്കുന്നതാണ് ജനകീയ കുടിവെള്ള പദ്ധതി. പ്രധാന വാർത്തകൾ വീണ്ടും. ചിറ്റണ്ട പൂങ്ങോട് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ പന്നികൾക്കാണ് രോഗബാധ കണ്ടെത്തിയത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ കുതിരാനിൽ വിള്ളൽ വീണ റോഡ് ഇടിഞ്ഞ ഭാഗം പൊളിച്ചു തുടങ്ങി. തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള പാതയിൽ ഗതാഗത ക്രമീകരണം. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഒരു ഷട്ടർ 4 അടി തുറന്നു. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ്. KFRIക്ക് സമീപം വീണ്ടും മരം വീണു. മരം മുറിച്ചു നീക്കാനെത്തിയ ഫയർഫോഴ്സിനെ നാട്ടുകാർ തടഞ്ഞു. അപകട ഭീഷണിയിലായ മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ. കൊല്ലൂർ സെന്ററിൽ 9 കടകളിൽ മോഷണം. ഓട് പൊളിച്ച് മോഷ്ടാവ് അകത്ത് കടന്നത് മൂലം മഴവെള്ളം കയറി പലചരക്ക് കടയിലെ സാധനങ്ങൾ നശിച്ചു. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. ലളിതകല അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.